എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഫിറ്റ് ആകുമോ അതിന്റെ പാർട്ട് 7 ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ചേഫിങ് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അതുകൊണ്ട് ചിലർക്ക് പ്രത്യേകിച്ച് ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ ഉണ്ടാക്കും, ആക്നെ മെക്കാനിക്ക. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോയ്സ്ചർ വിക്കിംഗ് ഫാബ്രിക്സ് ഉപയോഗിക്കുക. എന്ന് വെച്ചാല് കോട്ടൺ ഒഴിവാക്കുക, വൂളോ സിന്തറ്റിക് ഡ്രസ്സസ് ഇടുക. എന്ന് വെച്ചാൽ പോളിസ്റ്റർ, നൈലോൺ അതൊക്കെ ഇടുന്നതായിരിക്കും നല്ലത്. അത് സ്വെറ്റിനെ വലിച്ചെടുത്തിട്ട് അങ്ങനെ ഇവോപ്പറേറ്റ് പോകും. കോട്ടൺ ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. അത് ഞങ്ങൾക്ക് ബോഡിക്ക് തന്നെ മോശമാണ്. പിന്നെ ലൂസ് ഫിറ്റിംഗ് ഡ്രസ് ഇടുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്കിന്ന് ക്ലീൻ ആയിരിക്കണം വർക്കൗട്ടിന് പോകുമ്പോൾ. അത് വെച്ചാൽ ക്ലീൻ അല്ലാത്ത സ്കിന്ന് ക്ലോഗ്ഡ് പോർസ് ഉണ്ടാവും, അത് ഞങ്ങളെ പിമ്പിൾസിന് ഉണ്ടാക്കും. അതുമല്ല മേക്കപ്പ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. എക്സസൈസ് ചെയ്യുമ്പോൾ മേക്കപ്പ് ഒന്നും പാടില്ല. അപ്പൊ കുളിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കുളിച്ചതിന് ശേഷം സോഫ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുക. എന്നുവെച്ചാൽ നോൺ കോമഡോജനിക്, പിമ്പിൾസ് ഒന്നും ഉണ്ടാക്കാത്ത മോയ്സ്ചറൈസിങ് ക്രീം ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചിലതരം പൗഡർ ഉപയോഗിക്കാം ഇറിറ്റേഷൻ ഒഴിവാക്കാൻ. പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഔട്ട്സൈഡ് പുറത്തൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ, പിന്നെ AC ഒന്നും ഇല്ലാത്ത ജിമ്മിൽ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഉള്ള ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് സൺസ്ക്രീൻ മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നല്ല ലൂസായിട്ടുള്ള ക്ലോത്ത് ഉപയോഗിക്കുക. പിന്നെ ഹാറ്റോ ക്യാപ്പോ ഉപയോഗിക്കുക. ഹാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവിടം വരെ ഞങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ കിട്ടും. ക്യാപ്പ് ഉപയോഗിക്കുമ്പോൾ ഇവിടം വരെ അതിന്റെ പ്രൊട്ടക്ഷൻ കിട്ടാം. അതിലും നല്ലത് സൺസ്ക്രീൻ മാസ്ക് ഉപയോഗിക്കുന്നതാണ് വിത്ത് UPF 50+. അത് അൾട്രാവയലറ്റ് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആണ് 50. അത് അതിന്റെ ട്രേഡ് മാർക്കാണ് പ്യൂർ സൺസ്ക്രീൻ ക്ലോത്ത്. അത് ചില കടയിലൊക്കെ അവൈലബിൾ ആണ്.